ഫുൾ മാർക്സും ഫുൾ A+ഉം ഒക്കെ വാങ്ങിക്കാനാണ് നിങ്ങൾ എല്ലാവരും പഠിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ കുട്ടികൾ വർക്ക് ചെയ്യുന്നത് അല്ലേ? ഇത് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നിങ്ങളെല്ലാവരും ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഇത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണോ? ഒരിക്കലും അല്ല. നിങ്ങൾക്കതിനുള്ള കഴിവുണ്ട്, നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്യാനും റെഡിയാണ്. പക്ഷേ ഇല്ലാതെയായി പോകുന്ന ഒറ്റൊരു കാര്യം എന്ന് പറയുന്നത് സമയമാണ്. ഓക്കെ, സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്താലും അതിൻ്റെ നമ്മളുടെ മാക്സിമം റിസൾട്ടിലേക്ക് എത്തില്ല. നമ്മൾ എത്ര ടാലൻറ്റഡ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിയില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു റിസൾട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിജീവികളാവണമെന്നോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്കോ അല്ല. കറക്റ്റ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എത്രയും നേരത്തെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നേരത്തെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഈ ഒരു റിസൾട്ടിൻ്റെ ഏറ്റവും ബേസിക്സ്. ഓക്കെ, നിങ്ങൾ ഏത് ടോപ്പേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അവർ ഇത്രയും നേരത്തെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്, അവർ അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വർക്ക് ചെയ്താൽ മതി. കുറച്ച് പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആ ഒരു ഹാബിറ്റ് ഉണ്ടാകും. അത് മാത്രമല്ല നമുക്ക് ചെയ്തു പോകുന്നതിലൊരു സന്തോഷം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു റിസൾട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പഠിച്ചു തുടങ്ങുക. സമയം നമ്മളെ ആരെയും വെയിറ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പം നിങ്ങളെ വെയിറ്റ് ചെയ്യാത്ത സമയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ സമയമുണ്ട് എന്ന് കരുതരുത്. നിങ്ങൾ സമയത്തിൻ്റെ കൂടെ അങ്ങ് പോകുക. എത്രയും നേരത്തെ നിങ്ങൾക്ക് പറ്റുന്നോ അത്രയും നേരത്തെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതെങ്ങനെ പഠിക്കണം, എവിടുന്ന് പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ എക്സാമിനറിൻ്റെ കൂടെയാണ് നിങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ ഈ ഒരു നമ്മളുടെ സ്റ്റേറ്റ് ടോപ്പേഴ്സിനെ പോലെ 29 ഫുൾ മാർക്ക് വാങ്ങിച്ച കുട്ടികളാണ് ഒരൊറ്റ ബാച്ചിൽ നിന്ന്. ഇതേപോലെ നിങ്ങൾക്കാവണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ എക്സാമിനറിൻ്റെ അഗ്നി ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഓക്കെ, നമ്മളുടെ അഗ്നി ബാച്ചിലൂടെ പഠിച്ചിട്ട് ഈ ഒരു 29 ടോപ്പേഴ്സിനെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവർ മാത്രമാണോ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. ഇതിൽ 1 മാർക്ക് കുറഞ്ഞ ആൾക്കാരുണ്ട്, 2 മാർക്ക് കുറഞ്ഞ ആൾക്കാരുണ്ട്. അവരെല്ലാവരും വിന്നേഴ്സാണ്. എല്ലാ സബ്ജക്ട്സിലും ഫുൾ A+, എല്ലാ സയൻസ് സബ്ജക്ട്സിനും ഫുൾ മാർക്സ് അങ്ങനെ കിട്ടിയ ഒത്തിരി മക്കളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഏറ്റവും അടിസ്ഥാനം നേരത്തെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അത് നമ്മളുടെ എക്സാമിനറിൻ്റെ കൂടെയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ലൈവ് ക്ലാസ്സുകളിലൂടെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്രത്തോളം വൈകുന്നോ അത്രയും നിങ്ങൾ മിസ്സാക്കാൻ പോകുന്നത് എന്താണ്, നിങ്ങൾക്ക് കിട്ടുന്ന ലൈവ് ക്ലാസ്സുകളാണ്. കാരണം നിങ്ങൾ വിചാരിക്കുമോ സമയമുണ്ടല്ലോ സ്കൂളൊക്കെ തുറക്കട്ടെ എന്നൊക്കെ കരുതും. പക്ഷേ നിങ്ങളുടെ അതേ പ്രായത്തിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാൻ പോകുന്ന കുട്ടികൾ നമ്മളുടെ എക്സാമിനറിൻ്റെ അഗ്നി ബാച്ചിൽ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബയോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ 2nd ചാപ്റ്ററിൻ്റെ പാർട്ട് 1 കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അവർ ഓൾറെഡി പഠിക്കുന്നുണ്ട്. ലേറ്റ് ആക്കുന്നത് ആരാണ്? നിങ്ങൾ ഓരോരുത്തരാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഡിസിഷൻ നേരത്തെ എടുത്താൽ, നേരത്തെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ലൈവ് ക്ലാസ്സിലൂടെ നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യും. ദെൻ നമ്മളൊരു എക്സാം എടുക്കുന്നതോട് കൂടിയിട്ട് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ പോലെ നിങ്ങൾക്ക് ഉണ്ടാകും. ഓക്കെ, ആ രീതിയിൽ എൻ്റെ കുട്ടികൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ എക്സാമിനറിൻ്റെ അഗ്നി ബാച്ച് ചൂസ് ചെയ്യാം. CBSEയിലുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് CBSE കോർണർ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സെഷൻ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാമിനറിലെ ടീച്ചേഴ്സ്, നമ്മുടെ അഗ്നി ബാച്ച് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പം നിങ്ങൾക്ക് എന്താവണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്സ് വാങ്ങിക്കണം, എങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ +1 കഴിയുമ്പോൾ അറിയപ്പെടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഡിസിഷൻ നേരത്തെ എടുക്കാം. നമ്മളുടെ അഗ്നി ബാച്ചിൻ്റെ കൂടെയാണെങ്കിൽ നമ്മളുടെ എക്സാമിനറിൻ്റെ ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക്. ഓക്കെ, 4999 ആണ് നമ്മുടെ അഗ്നി ബാച്ചിൻ്റെ ഫീ വരുന്നത്. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, ഒറ്റ കാര്യം ആലോചിക്കുക, നിങ്ങൾ ഓരോ തവണ ലേറ്റ് ആകുന്തോറും നിങ്ങളുടെ സമയമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ അഗ്നി ബാച്ചിൽ കിട്ടുന്ന ലൈവ് ക്ലാസ്സുകളാണ് മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ആകെ കൂടെ സ്കൂളിലെത്തി കൺഫ്യൂഷനായി പേടിച്ച് ടെൻഷനൊന്നും ആവണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ പഠിച്ചു തുടങ്ങാം. മിസ് വീണ്ടും പറയുന്നു, എവിടെ പഠിക്കണമെന്നുള്ള നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ തീരുമാനം. നേരത്തെ പഠിച്ചു തുടങ്ങുക. എക്സാമിനറിൻ്റെ കൂടെയാണെങ്കിൽ നമ്മുടെ അഗ്നി ബാച്ചിൻ്റെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. താല്പര്യമുള്ള മക്കളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ച് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാച്ചിൽ കാണാം.